സോഷ്യൽ മീഡിയ മുഴുവൻ നടൻ ഉണ്ണി മുകുന്ദനാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. നടൻ മർദ്ദിച്ചുവെന്ന് ആരോപിച്ച് മാനേജർ ബിപിൻ കുമാർ പരാതി നൽകിയതോടെ ആരാധകരും അമ്പരപ്പിലാണ്. ടൊവിനോ തോമസ് നായകനായ പുതിയ ചിത്രം നരിവേട്ടയെ പ്രശംസിച്ച് പോസ്റ്റർ ഇട്ടതിനാണ് ഉണ്ണി മുകുന്ദനെ പ്രകോപിപ്പിച്ചത് എന്ന് പരാതിക്കാരൻ പറയുന്നു. മോളിവുഡിലെ യുവനിരയിൽ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ നേടുന്ന രണ്ട് നടന്മാരാണ് ഉണ്ണി മുകുന്ദനും ടൊവിനോയും. സ്ക്രീൻ പ്രസൻസ്, മാസ് റോളുകളുടെ മികവ്, ഫിറ്റ്നസിനോടുള്ള താല്പര്യം, സിനിമാ പശ്ചാത്തലമില്ലാത്ത കരിയറിൽ വളർന്നവർ തുടങ്ങിയ ഒരുപിടി സമാനതകൾ ഇവർ തമ്മിലുണ്ട്. എന്നാൽ കരിയോഗ്രാഫ് എടുത്ത ഉണ്ണി മുകുന്ദനും ബഹുദൂരം മുന്നിലാണ് ടൊവിനോ തോമസ്. രണ്ടുപേരും രണ്ട് തരത്തിലാണ് കരിയറിൽ വളർന്നത്. ഉണ്ണിക്ക് എന്നും പ്രിയം തനിക്ക് പ്രാധാന്യമുള്ള സിനിമകൾ ചെയ്യാനാണ്. കൊമേഴ്സ്യൽ സിനിമകളാണ് നടൻ എന്നും പ്രാധാന്യം നൽകിയത്. എന്നാൽ ടൊവിനോ അങ്ങനല്ല. തൻ്റെ കഥാപാത്രത്തെക്കാൾ സിനിമ മൊത്തത്തിൽ എങ്ങനെ പ്രേക്ഷകരിലേക്ക് എത്തുന്നു എന്നത് സൂപ്പർ താര പദവിയിൽ ഉള്ളപ്പോഴും ടൊവിനോ ശ്രദ്ധിക്കാറ്. ഡിയർ ഫ്രണ്ട്, കള തുടങ്ങിയ സിനിമകൾ ഇതിനും വളരെ ഉദാഹരണമാണ്. തമിഴ് സിനിമയിൽ തുടക്കം കുറിച്ചു മലയാളത്തിലേക്ക് കടന്നു വന്ന ഉണ്ണി മുകുന്ദൻ തുടക്കകാലത്ത് നായകനായും സഹനായകനായും എത്തി. 2012-ൽ പുറത്തിറങ്ങിയ മല്ലു സിംഗ് ആണ് കരിയറിലെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ്. പൃഥ്വിരാജിന് ശേഷം വരുന്ന മികച്ച സ്ക്രീൻ പ്രസൻസ് ഉള്ള യുവനടനായി ഉണ്ണി മുകുന്ദനെ വിലയിരുത്തപ്പെടുത്തു. മറ്റൊരു യൂത്ത് ഐക്കൺ കിട്ടിയെന്ന് അന്ന് സിനിമാ ലോകം പറഞ്ഞു. എന്നാൽ പിന്നീട് അങ്ങോട്ട് മല്ലു സിംഗ് പോലൊരു ഹിറ്റ് ലഭിക്കാൻ ഉണ്ണി മുകുന്ദന് ഏറെ കാത്തിരിക്കേണ്ടി വന്നു. ഏഴാം സൂരൻ, ഐ ലവ് മീ എന്നീ സിനിമയ്ക്ക് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്. ഒരു മുறை പന്ത് പാരായ, സ്റ്റൈൽ തുടങ്ങിയ സിനിമകൾ ഭേദപ്പെട്ട വിജയം നേടി. മലയാളത്തിൽ വലിയ ഹിറ്റില്ലായിരുന്ന സമയത്ത് തെലുങ്ക് സിനിമകളിൽ നടൻ ശ്രദ്ധേയ വേഷങ്ങൾ ചെയ്തു. ഭാഗാത്മി ഉൾപ്പെടെ സിനിമകൾ ഇതിന് ഉദാഹരണം. ഇതിനിടെ വലിയ ശ്രദ്ധ നേടാതെ പോലെ പല സിനിമകളും ഉണ്ണി അഭിനയിച്ചു. 2022 മേപ്പടയൻ എന്ന സിനിമയിലാണ് ഉണ്ണി മുകുന്ദൻ താരമായി വളർന്നു വരുന്നത്. അതേ വർഷം റിലീസ് ചെയ്ത മാളയപ്പുറവും ഹിറ്റായി. കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരനായി ഉണ്ണി മുകുന്ദൻ മാറി. ജയ് ഗണേഷ്, മാർക്കോ എന്നിവയാണ് പിന്നീട് പുറത്തിറങ്ങിയ സിനിമകൾ. മാർക്കോ വൻ ഹിറ്റായി. സൂപ്പർ താരമായി ഉണ്ണി ആരാധകരെ വാഴ്ത്തി. ഉണ്ണി മുകുന്ദനെ പോലെ കരളിൽ ഏറെ പണിപ്പെട്ടാണ് ടൊവിനോ തോമസും സിനിമാ ലോകത്ത് സ്ഥാനം നേടുന്നത്. പ്രഭുവിന്റെ മക്കൾ എന്ന സിനിമയിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് ടൊവിനോ തുടക്കം കുറിച്ചത്. ഉണ്ണി മുകുന്ദനും മല്ലു സിംഗിന്റെ വിജയത്തിളക്കത്തിൽ നിൽക്കുമ്പോഴായിരുന്നു ടൊവിനോയുടെ കടന്നുവരവ്. ഉണ്ണിയെപ്പോലെ തന്നെ തുടക്കകാലത്ത് സഹനായകനായി നിരവധി സിനിമകൾ ചെയ്തു. എൻ്റെ നിന്റെ മൊയ്‌ദിലെ സഹനായക വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് നിരവധി സിനിമകൾ ടൊവിനോയെ തേടി വന്നു. 2016-ലെ ഗപ്പി എന്ന സിനിമ തിയേറ്ററിൽ വലിയ വിജയമായില്ലെങ്കിലും നിരൂപക പ്രശംസ നേടി. പിന്നീടങ്ങോട്ട് ഒട്ടനവധി അവസരങ്ങൾ ടൊവിനോയ്ക്ക് വന്നു. മായാനദി, ഗോദ, ഒരു മെക്സിക്കൻ അപാരത തുടങ്ങിയ സിനിമകൾ ടൊവിനോയെ യൂത്ത് ഐക്കണാക്കി മാറ്റി. തീവണ്ടി, എൻ്റെ ഉമ്മാന്റെ പേര്, ഒരു കുപ്രസിദ്ധ പയ്യൻ തുടങ്ങിയ സിനിമകൾ ടൊവിനോയെ പ്രേക്ഷകർക്ക് തന്നെ പ്രിയങ്കരനാക്കി. ഇതിനിടയിലും ഡിയർ ഫ്രണ്ട്, കള പോലുള്ള ഇമേജ് മാറ്റിമറിക്കുന്ന സിനിമകളും ടൊവിനോ ചെയ്തു. തല്ലുമാല, 2012 തുടങ്ങിയ സിനിമകൾ സൂപ്പർ ഹിറ്റായി. അതേസമയം നാരദൻ, നീലവെളിച്ചം, നടികൻ, ഐഡന്റിറ്റി തുടങ്ങിയ നിരവധി ഫ്ലോപ്പുകളും ടൊവിനോയ്ക്കുണ്ട്. എന്നാൽ മാറ്റി നിർത്തിയാൽ പറ്റാത്ത സ്ഥാനം ഇതിനോടകം ടൊവിനോ മോളിവുഡിൽ നേടിയെടുത്തിട്ടുണ്ട്. പുതിയ ചിത്രം നരിവേട്ടയ്ക്ക് മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ലഭിക്കുന്നത്. ഹിറ്റുകൾ കരിയറിൽ കൂടുതലും ടൊവിനോയ്ക്കാണ്. ഉണ്ണിമുകുന്ദനോ മാർക്കോയ്ക്കോ മാളികപ്പുറം എന്നീ വൻ ഹിറ്റായ സിനിമകളാണ് പറയാനുള്ളത്.